സർ, സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ നാളികേര കർഷകരുള്ള ജില്ലയാണ് കോഴിക്കോട് ജില്ല. ഈ മേഖലയെ ആശ്രയിച്ച് കഴിയുന്ന 7 ലക്ഷത്തോളം കേര കർഷകരും അനുബന്ധ തൊഴിലാളികളും അവിടെ ഉണ്ട്. നാളികേര വികസന ബോർഡിൻ്റെ കണക്ക് പ്രകാരം ജില്ലയിൽ 1,23,066 ഹെക്ടർ സ്ഥലത്താണ് നാളികേര കൃഷി ഉള്ളത്. ലോക പ്രശസ്തി ആർജിച്ച രാജാപൂർ കൊപ്രയുടെ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാന കേന്ദ്രം കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കാണ്. വലിപ്പത്തിലും ഗുണമേന്മയിലും വിത്തുഗുണത്തിലും മുൻപന്തിയിലുള്ള മികച്ച ഇനം നാളികേരം ലഭിക്കുന്നത് എൻ്റെ മണ്ഡലമായ കുറ്റ്യാടിയിലാണ്. മണ്ഡലത്തിലെ വേളം പഞ്ചായത്തിലെ മണിമലയിൽ നാളികേര സംഭരണം, സംസ്കരണം, വിപണനം എന്നിവ ലക്ഷ്യമാക്കി ആരംഭിക്കാൻ ഉദ്ദേശിച്ച നാളികേര വികസന പാർക്ക് ഇന്നും യാഥാർത്ഥ്യമായിട്ടില്ല. ഇപ്പോൾ പദ്ധതി പ്രദേശമാകെ കാട് മൂടി ഇഴജന്തുക്കളും വന്യജീവികളുടെയും സങ്കേതമായി മാറിയിരിക്കുകയാണ്. പാർക്കിനായി ഏറ്റെടുത്ത 115 ഏക്കർ സ്ഥലം വികസിപ്പിക്കാൻ 42 കോടി രൂപയുടെ എസ്റ്റിമേറ്റിന് സർക്കാർ 2014 ഭരണാനുമതി നൽകിയതാണ്. അതിനുശേഷം പദ്ധതിക്കായി ഏറ്റെടുത്ത പ്രസ്തുത ഭൂമിക്ക് ഉയർന്ന നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സ്ഥലമുടമകൾ ഹൈക്കോടതിയെ സമീപിക്കുകയും സർക്കാരിൻ്റെ ഇടപെടലിനെ തുടർന്ന് കോടതി നടപടികളൊക്കെ അവസാനിപ്പിച്ച് ഇപ്പോൾ ഭൂമി പൂർണ്ണമായും KSIDCയുടെ കീഴിലാണ് ഉള്ളത്. ഒട്ടേറെ വ്യവസായ സാധ്യതകളുള്ള വിമാനത്താവള സൗകര്യമുള്ള കോഴിക്കോടിൻ്റെയും കണ്ണൂരിൻ്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വിശാലമായ ഈ 115 ഏക്കർ സ്ഥലം ഏത് നൂതന വ്യവസായ സംരംഭങ്ങൾക്കും തീർത്തും അനുയോജ്യമാണ്. വെർജിൻ കോക്കനട്ട് ഓയിൽ പോലെ ലോകവിപണിയിൽ വൻ ഡിമാൻഡുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വ്യാപകമായി ഉൽപ്പാദിപ്പിക്കാൻ ഈ വ്യവസായ പാർക്കിലൂടെ സാധ്യമാകും. അതുകൂടാതെ കാർഷിക ഗവേഷണ പഠന കേന്ദ്രം, കുറ്റ്യാടി തേങ്ങ പോലെ തന്നെ പ്രസിദ്ധമായ അരൂർ, ഒളോർ മാങ്ങ എന്നിവയുടെ വിപണന ഗവേഷണ കേന്ദ്രമായും കാർഷിക ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ പ്രോസസ്സിംഗ് യൂണിറ്റ്, വിവിധ കാർഷിക മേഖലകൾ എന്നിവയ്ക്കൊക്കെ ഈ സ്ഥലം വികസിപ്പിച്ചെടുക്കുന്നതാണ്. സർ, ആ പ്രദേശത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ ആ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും ആവശ്യവും വികാരവും കണക്കിലെടുത്ത് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നാളികേരാധിഷ്ഠിത വ്യവസായത്തിന് ഒട്ടേറെ സാധ്യതകളും സൗകര്യമുള്ള ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ള വേടത്തെ മണിമലയിൽ തന്നെ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാക്കി പ്രസ്തുത നാളികേര പാർക്ക് ആരംഭിക്കണം എന്ന്. ഈ കോക്കനട്ട് കോംപ്ലക്സ് വളരെ കാലമായി അവിടെ കിടക്കുകയാണ്. 2014 അതിന് വേണ്ട സാങ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. പിന്നെ ഈ പാർക്ക് എന്താണ് ഇങ്ങനെ കിടന്നത് എന്നുള്ളത് ഗവൺമെൻറ് ഗൗരവത്തിൽ പരിശോധിക്കുന്നതാണ്. നാളികേര അധിഷ്ഠിത വ്യവസായങ്ങൾക്കുള്ള സാധ്യത നമുക്കൊക്കെ അറിയാം. മറ്റ് ശ്രീലങ്കയിലൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊക്കെ അറിയാവുന്നു. എന്താണ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്, നടക്കാത്തത് എന്ന് വളരെ ഗൗരവമായി MLA പറഞ്ഞത് അവർ ആലോചിക്കുകയും അതിൽ നടപടിയെടുക്കുകയും ചെയ്യും എന്നാണ് പറയാറുള്ളത്.